സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ 200 മെഗാവാട്ട് സോളാർ വൈദ്യുതി വാങ്ങുന്നതിനുള്ള KCB അപേക്ഷ ഇന്ന് ചേരുന്ന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ യോഗം പരിഗണിക്കും. 24 മണിക്കൂറും വൈദ്യുതി വാങ്ങുന്നതിനാണ് അനുമതി തേടിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, സംസ്ഥാനം കണ്ടിട്ടില്ലാത്ത വിധം, അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള വൈദ്യുതി പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് എന്ന് KCB അധികൃതരൊക്കെ തന്നെ പറയുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കമ്മീഷന് അപേക്ഷ കൊടുത്തിരിക്കുന്നത്. ഇത് പരിഗണിക്കാനൊരു സാധ്യത അത് കാണുന്നുണ്ടോ ഇന്നത്തെ യോഗത്തിൽ? തീർച്ചയായും റെഗുലേറ്ററി കമ്മീഷന്റെ യോഗമാണ് ഇന്ന് ചേരുന്നത്. ആ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകുക. സാധാരണ രീതിയിൽ തന്നെ KSEBക്ക് വൈദ്യുതി വാങ്ങുന്നതിനൊക്കെ അനുമതി ലഭിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷന്റെ യോഗം ചേർന്നുകൊണ്ടാണ്. അതിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നതെന്ന് KSEBയും അതുപോലെ തന്നെ മന്ത്രി അടക്കം വിശദീകരിക്കുകയുണ്ടായി. നിയമസഭയിലടക്കം മന്ത്രി അത്തരത്തിലുള്ള ഒരു വിശദീകരണം അടക്കം നൽകുകയും ചെയ്തതാണ്. റൂൾ 300 പ്രകാരം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഉൾപ്പെടെ മന്ത്രി ഇക്കാര്യം വിശദീകരിച്ചിരുന്നു. എല്ലിനോ പ്രതിഭാസവും അതുപോലെ തന്നെ മഴ ലഭിക്കാത്തതുമാണ് വലിയൊരു പ്രതിസന്ധിയായി വൈദ്യുതി ഉൽപ്പാദനത്തിൽ, സംസ്ഥാനത്തെ വൈദ്യുതി ഉൽപ്പാദനത്തിൽ വലിയൊരു പ്രതിസന്ധിയായി തന്നെ തുടരുന്നത്. മഴയുടെ കുറവ് ഏകദേശം 69% കുറവ് മഴയ്ക്കുണ്ടായിട്ടുണ്ട് എന്ന ഒരു വിശദീകരണമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടക്കം നൽകുന്നത്. ഡാമുകളിലടക്കം 20% വെള്ളം മാത്രമാണ് ഇനി അവശേഷിക്കുന്നതെന്നും നേരത്തെ തന്നെ അറിയിപ്പുകൾ വന്നിരുന്നു. ഒപ്പം തന്നെ പ്രൊഡക്ഷൻ, വൈദ്യുതിയുടെ ഉൽപ്പാദനം വളരെ കുറവാണ് സംസ്ഥാനത്ത് ഉള്ളത് എന്നാണ്. ആവശ്യമുള്ളതിനേക്കാൾ വളരെ കുറച്ച് വൈദ്യുതി മാത്രമാണ് സംസ്ഥാനത്തിന് ആവശ്യമുള്ളതിനേക്കാൾ വളരെ കുറച്ച് വൈദ്യുതി മാത്രമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഏകദേശം 500 മെഗാവാട്ടിനടുത്ത് വൈദ്യുതിയുടെ കുറവാണ് ഓരോ ദിവസവും സംസ്ഥാനത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത് പരിഹരിക്കുന്നതിനായി 200 മെഗാവാട്ടിൻ്റെ വൈദ്യുതി വാങ്ങുന്നതിനുള്ള നടപടി, അതിനുള്ള അനുമതി നൽകണമെന്ന ആവശ്യം KSEB റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഇന്നത്തെ സിറ്റിംഗിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാവും. 5.96 രൂപ യൂണിറ്റിന് ഈ വിലയിൽ വൈദ്യുതി വാങ്ങുന്നതിനുള്ള അനുമതി ലഭിക്കണം. ഒപ്പം തന്നെ അത് മറ്റ് സംസ്ഥാനങ്ങൾ, അടുത്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സോളാർ വൈദ്യുതി ഇത് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപേക്ഷയാണ് നൽകിയിട്ടുള്ളത്. അത് കൂടാതെ തന്നെ ഹ്രസ്വകാല, ദീർഘകാല കരാറുകൾ ഏർപ്പെട്ടുകൊണ്ട് ആവശ്യമായ വൈദ്യുതി വാങ്ങുന്നതിനുള്ള നടപടികൾ കൂടി സ്വീകരിക്കണമെന്നാണ് ഇന്നത്തെ യോഗത്തോട്, റെഗുലേറ്ററി കമ്മീഷന്റെ യോഗത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെയും ഇന്നത്തെ റെഗുലേറ്ററി കമ്മീഷൻ യോഗം പരിഗണിക്കും. ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച് എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോവുക എന്നാണ് അറിയേണ്ടത്. നമുക്കറിയാം, എല്ലാ ദിവസങ്ങളിലും തന്നെ വൈദ്യുതിയുടെ ഒരു നിയന്ത്രണം, അത് വളരെ കടുത്ത ഒരു നിയന്ത്രണത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. വൈകിട്ട് 7:30 മുതൽ 10:30 വരെ കടുത്ത നിയന്ത്രണം തന്നെ ഇപ്പോൾ വൈദ്യുതി തുടരുന്നുണ്ട്. അത് ഏറെ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ആശുപത്രിയിലടക്കം ഓക്സിജൻ്റെ സപ്ലൈ അടക്കം തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് അടക്കം പോകുന്നു. വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് പോയ സമയത്ത് അത്തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം വരെ ഈ വൈദ്യുതി നിയന്ത്രണത്തിൽ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്ര കണ്ട് സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി തുടരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊരു പരിഹാരം കാണുക എന്നത് തന്നെയാണ് KSEB ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ റെഗുലേറ്ററി കമ്മീഷന്റെ യോഗത്തിൽ ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകും. വൈദ്യുതി വാങ്ങുന്നതിനുള്ള അനുമതി ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ കൂടുതൽ തുകയ്ക്ക് വൈദ്യുതി വാങ്ങുന്ന ഹ്രസ്വകാല കരാറുകളിൽ ഏർപ്പെടുന്നതിനുള്ള പ്രത്യേക മറ്റൊരു അപേക്ഷയും കൂടി KSEB നൽകിയിട്ടുണ്ട്. അതും കൂടി പരിഗണിക്കുകയും ചെയ്യും. അതും കൂടി ലഭ്യമായാൽ ഇപ്പോഴുള്ള ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് KSEBക്കുള്ളത്. മന്ത്രി അടക്കം ഇക്കാര്യത്തിൽ പലപ്പോഴായി ജനങ്ങളോട് അഭ്യർത്ഥന നടത്തുന്നുണ്ട്. വൈദ്യുതി ഉപഭോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ കൂടി ഇക്കാര്യത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം മന്ത്രി ഉൾപ്പെടെ ഇതിനോടകം തന്നെ പല ആവർത്തി അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഇന്ന് ചേരുന്ന യോഗത്തിൽ കൂടുതൽ വൈദ്യുതി വാങ്ങുന്നതിനുള്ള അനുമതി ലഭ്യമായാൽ അത് ഒരു പക്ഷേ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കഴിഞ്ഞ മാർച്ച്, ഏപ്രിൽ കാലഘട്ടങ്ങളിൽ വാങ്ങിയിട്ടുള്ള വൈദ്യുതി തിരികെ നൽകേണ്ട ഒരു സാഹചര്യം കൂടി സംസ്ഥാനത്തുണ്ട്. അതും ഏറെ ഒരു വെല്ലുവിളിയാണ്. അത് കൃത്യമായി തന്നെ തിരികെ നൽകേണ്ട വൈദ്യുതിയാണ്. അതിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം
കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉപഭോഗം വർദ്ധിക്കുകയും ഇത്തരത്തിൽ വൈദ്യുതി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വാങ്ങിയ വൈദ്യുതി തിരികെ നൽകുകയും ചെയ്യുന്ന കാര്യങ്ങൾ തുടരുന്നതിനാൽ തന്നെയാണ് സംസ്ഥാനത്തിന് ആവശ്യമായ ഒരു വൈദ്യുതി സംസ്ഥാനത്ത് ഇല്ലാത്ത സാഹചര്യം നിലനിൽക്കുന്നത്. അത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. അതുതന്നെയാണ് ഈ വൈദ്യുതി പ്രതിസന്ധിയിലേക്കും വൈദ്യുതി നിയന്ത്രണം അടക്കം കടുപ്പിക്കുന്നതിലേക്കും പോയത്. ഇന്നലെ തന്നെ ഓരോ ദിവസവും വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന അറിയിപ്പ് വരുന്നുണ്ടെങ്കിലും അറിയിപ്പില്ലാതെ തന്നെ വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് പലപ്പോഴും KSEBക്ക് കടക്കേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷനോട് കൂടുതൽ വൈദ്യുതി വാങ്ങുന്നത് സംബന്ധിച്ച് KSEB ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ച തീരുമാനവും ഒപ്പം തന്നെ അനുമതിയും റെഗുലേറ്ററി കമ്മീഷൻ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പ്രധാനം 200 മെഗാവാട്ട് വൈദ്യുതി, സോളാർ വൈദ്യുതി. രജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. 200 മെഗാവാട്ട് സോളാർ വൈദ്യുതി വാങ്ങുന്നതിനുള്ള KSEB അപേക്ഷ ഇന്ന് ചേരുന്ന റെഗുലേറ്ററി കമ്മീഷന്റെ യോഗം പരിഗണിക്കാൻ പോവുകയാണ്. 24 മണിക്കൂറും വൈദ്യുതി വാങ്ങുന്നതിനാണ് അനുമതി തേടിയിരിക്കുന്നത്. അനുമതി നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.